ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ മാർവൽ ആൻഡ് DC സൂപ്പർ ഹീറോസ്. നമ്മൾ ഈ ഇതിലത്തെ എല്ലാ വില്ലന്മാരും DC-ത്തെ മാർവലിത്തെ അവഞ്ചേഴ്സിത്തെ എല്ലാതും നമ്മൾ ട്രൈ നോക്കാം. അപ്പോൾ നമുക്ക് സ്പോണിൽ ഇതേ ഹീറോസ് ഉണ്ട്, ന്യൂച്വലുണ്ട്, വില്ലനുണ്ട്, ഗെയിം പാസ് ഉണ്ട്. പക്ഷെ നമുക്ക് കളിക്കാനില്ല. അപ്പോൾ നമുക്ക് ആദ്യം ആക്വാമാൻ ആവാം. ഇപ്പോൾ ആക്വാമാൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഒരു ഷാർക്കിന് വരുത്താട്ടോ. എന്താ ചെയ്യാമെന്ന് അറിയില്ല. പിന്നെ ഉള്ളത് വെള്ളം കൊണ്ട് കളയുക, പിന്നെ ഇതെറിയുക. അവിടെ ഒരു ഹൾക്ക് ഉണ്ട്, നമുക്ക് വേഗം പോയിട്ട് നമുക്ക് ഷാർക്കിന് എന്തിനും ആഡ് ചെയ്യണമെന്ന് അറിയില്ല. അതിന് ഹൾക്ക് കൊണ്ട് അറിയാം. നമ്മൾ ചത്തുണ്ട്. നമുക്കപ്പോൾ അടുത്ത ആള് നോക്കാം. അടുത്ത ആള് ബാറ്റ്മാനാണ്. അപ്പോൾ ബാറ്റ്മാൻ്റെ പവർ ഒന്ന് ഈ ഗ്രനേഡ് കൊടുക്കാനാണ്, 2 ഗ്രാപ്പലിംഗ് ഹുക്ക് കിട്ടുക, 3 പിന്നെ ഈ സ്റ്റാർ, ഈ ത്രോയിങ് സ്റ്റാർ, 4 ടൈസർ. നമ്മൾ ആളങ്ങോട്ട് കൊന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്താളില്ല, നല്ല പവറുള്ള ആന. പ്രൈസ് ഇത് ബൂമറാങ് പോലെയാണ്, അതിന് തിരിച്ചു വരും. നമുക്ക് ആളൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മളാളൊന്നുണ്ട്. നമ്മളിപ്പോ 3 കില്ല് എടുത്തുണ്ട് കേട്ടാ. കാണാൻ കൂടി കൊല്ലാൻ നോക്കാം. നമ്മളാരും നമുക്ക് ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഗ്രാപ്പലിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് അപ്പം ആള് നമ്മളെ കൊന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആൾ നോക്കാം. അടുത്ത ആള് ബ്ലാക്ക് പാന്തറാണ്. അപ്പം നമുക്ക് ഇതൊരോരോ പാർട്ടായിട്ട് ഇടണം. നമ്മൾ ഇന്ന് ഹീറോ മാത്രം ചെയ്യും, അടുത്ത വീഡിയോയിൽ വില്ലന്, ന്യൂട്രൽ അങ്ങനെ ഓരോന്നും ചെയ്യും. ഇതിൻ്റെ ഫസ്റ്റത്തെ പവർ പർപ്പിൾ കാണും പോയിന്റ്. സെക്കൻഡ് പവർ ഈ തിരിഞ്ഞിട്ട് അടിക്കുക. പിന്നെ ഉള്ളത് ഫാസ്റ്റ്, കഴിഞ്ഞ അടുത്തേക്കൊന്ന് പോവാം. ഓക്കെ, സാറ് പറഞ്ഞു പോയി. നമുക്ക് ആരെങ്കിലും ഒന്ന് പിടിക്കണം. അവിടെ ഒരാളെ കാണാണ്ട്. ഗൈസ്, ബ്ലാക്ക് പാന്തർ കാര്യമില്ല, സ്പീഡ് ഉണ്ടെങ്കിലും അത്ര ഇല്ല. കുറേ നേരം വെയിറ്റ് ചെയ്താലേ സ്പീഡ് കിട്ടുള്ളൂ. പിന്നെ ലോങ് അറ്റാക്ക് ഒന്നുമില്ല, ആകെയുള്ള മെല്ലെ അറ്റാക്കാണ്. അവിടെ കുറേ ആൾക്കാർ, നമുക്ക് അവിടെ ഒന്ന് പോയേക്കാം. നമ്മളെ ഈ സാധനം ഇട്ടുണ്ട്. ഇത് മെല്ലെ പാച്ചെങ്കിലും നല്ല ഇതുണ്ട്. നമ്മളെ സൂപ്പർമാൻ കൊന്നു. നമുക്കിനി അടുത്തത് ആരാ നോക്കാം. അടുത്തുള്ളത് ക്യാപ്റ്റൻ അമേരിക്കയാണ്.
ക്യാപ്റ്റൻ അമേരിക്കയിലുള്ളത് തോക്കാണ്. തോക്കുണ്ട്, പിന്നെ ഷീൽഡ് എറിയും, പിന്നെയുള്ള ഷീൽഡ് കൊണ്ട് ബ്ലോക്ക് ചെയ്യും, പിന്നെ സ്പീഡ് ഇങ്ങനെ ക്രോൾ പോലത്തെ സാധനം. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നടക്കാം. എന്നിട്ട് എനിമി വരുമ്പോൾ അതങ്ങോട്ട് എറിയാം. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, നമുക്ക് അതിൻ്റെ മേത്തൊക്കെ അറിയാം. യെസ് ഗൈസ് ആണ് നല്ലത്. തോക്ക് നല്ലതാട്ടോ. നമ്മൾ ചത്തുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക നല്ല പവറാണ്. ഇപ്പോൾ നല്ലത് തോന്നിയുള്ളത് ബാറ്റ്മാനും ക്യാപ്റ്റൻ അമേരിക്ക. നമുക്കിനി ഫ്ലാഷ് നോക്കി നോക്കാം. ഫ്ലാഷിൻ്റെ പവർ ഗൈസ്, ഫ്ലാഷിൻ്റെ പവർ ഫസ്റ്റത്തത് നമുക്ക് ഈ ഓരോന്നിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. സെക്കൻഡ് ലേസർ ഷോട്ട്, പിന്നെ തേർഡ് ഈ കാറ്റിൻ്റെ സ്മോക്ക്, പിന്നെ ഇതാണ് മെയിൻ പവർ ഫ്ലാഷിൻ്റെ. നമുക്ക് ഇത് ചെയ്യാം. നമ്മളൊക്കെ ഒന്ന് സ്മോക്ക് വറക്കാനില്ലടേ. പിന്നെ അടുത്ത ആൾ നോക്കാം. അടുത്ത ആള് ഗ്രീൻ ആരോ ഉണ്ടാ. നമുക്ക് അടുത്ത ആള് ഗ്രീൻ ആരോ ആണ്. ഗ്രീൻ ആരോടെ പവർ ഗ്രാപ്പിലിംഗ് ഹുക്ക് പോലത്തെ ഒരു സാധനമാണ്. നമ്മൾ ഹമ്പി കൂടെ ഒരു വയറോട്, പിന്നുള്ള ആരോട് ഒരു ബോംബും, പിന്നെ സാധാ ആരോ. നമുക്ക് അവിടെ കുറച്ച് ആൾക്കാരാണുണ്ട്, നമുക്ക് അവരുടെ അടുത്ത് പോവാം. ഗൈസ് ഇത് നല്ല സാധനം കേട്ടോ. അതിൻ്റെ മേലെ പോവാം. ഗൈസ് എവിടുന്നാ അടിയിട്ട് ഗൈസ് അവളുടെ പവർ സീനായിട്ട് ഇൻവിസിബിൾ ആവുന്നുണ്ട് ആള്. നമുക്കിനി അടുത്തത് ഹൾക്കാണ് കേട്ടോ. ഹൾക്കിന് നല്ല ജമ്പ്, പിന്നെ ഉള്ള കാറ് വലിച്ചെറിയ, പിന്നെ ഒരു അടിക്കല്, പിന്നെ അടിയൊക്കെ അടിക്കല്. നമുക്ക് അതിൻ്റെ അടുത്ത് പോവാം. ഹൾക്ക് നല്ല പവറാട്ടാ. ആള് കൊന്നുണ്ട്. ഇവിടെ എന്തോ ഉണ്ടാവുന്നു. നമുക്ക് അടുത്തുള്ളത് ഇൻവിസിബിൾ വുമൺ ആണ് കേട്ടോ. അതിൻ്റെ പവറൊക്കെ നോക്കി നോക്കാം. എന്തത് വരാത്ത അടിച്ചു പോയാൽ നമ്മൾ ഒന്നുണ്ട്. നമ്മുടെ പവർ ഒന്നുള്ളത് ഈ എന്തോ സാധനമാണ് കേട്ടോ ഗൈസ്. ഇതിന് നോക്ക് ബാക്ക് ഒരു സാധനം തെറിച്ചു പോകും. പിന്നുള്ളത് ഗൈസ് ആളെ നമുക്ക് പൊക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിനി അടുത്തുള്ളത് ആളങ്ങോട്ട് കൈകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്കിനി അടുത്തുള്ളത് ഷീൽഡാണ് കേട്ടോ. പിന്നെ ഇൻവിസിബിൾ, അത് നല്ല പവറാണ്. കുറച്ച് പേരൊന്ന് കൊന്നു നോക്കാം. ഇത് നല്ല പവറാണ്.
കാളൊന്ന് തെറിപ്പിക്കാൻ നോക്കാം. നമുക്ക് ഇൻവിസിബിൾ ആവാം. പക്ഷെ നമുക്ക് ഇൻവിസിബിൾ ആയൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പറ്റും. നമുക്ക് ഒരാളും കൂടി ഒന്ന് നമുക്ക് അടുത്ത ആളാരാ നോക്കാം. നമുക്ക് അടുത്ത ആളുള്ളത് അയൺമാനാണ് കേട്ടോ. അയൺമാൻ്റെ പവറുകൾ: 1 ലൈഫ്, 2 ഈ ഇത്, 3 ഈ ഷൂട്ടിങ് പോലത്തെ. പിന്നെ കഴിച്ച് നമുക്ക് പറക്കാൻ പറ്റും. നമുക്ക് കുറച്ച് പേരൊന്ന് കണ്ടുപിടിച്ചൊക്കെ കൊല്ലില്ല. പക്ഷെ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് ഒരു ബോംബ് ഇട്ടിട്ട് പോവാം. പക്ഷെ ഇവിടെ ആളുണ്ട്. അപ്പോൾ നമ്മൾ ആളങ്ങോട്ട് കൊന്നുണ്ട്. നമുക്കിനി ഈ ആളും കൂടെ കൊന്നു. നമ്മളിപ്പോൾ ഈ ഹൾക്കിനോടില്ല. നമ്മൾ ഈ ഹൾക്കിനൊന്നും നമുക്ക് ഈ ഫ്ലാഷിനൊന്നും വരില്ല. നമ്മളാളെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അയൺമാൻ്റെ പവർ നല്ല കേട്ടോ. നമുക്ക് അവിടെ വേറൊരു ഫൈറ്റ് ഉണ്ട്. നമ്മുടെ മേലൊരാളുണ്ട്. നമുക്ക് അടി പോയിട്ട് നമ്മുടെ ബാഗിൽ ഹൾക്ക് നമ്മളെത്തുന്നത്. അപ്പോൾ അയൺമാൻ്റെ പവർ നല്ലതാണ്. നമുക്ക് അടുത്തുള്ളത് നൈറ്റ് ക്രോളറാണ്. അപ്പോൾ ഇയാളുടെ പവർ ടെലപ്പോർട്ടിങ് ആട്ടെ. ഇയാളുടെ പവർ നല്ല പവറാണ്. നമുക്കിനി അടുത്തുള്ളത് കാലോണ്ടുള്ള അടി, പിന്നെ സ്പീഡ്. നമുക്ക് ഒരാളുടെ അടുത്ത് പോവാം. അവിടെ ഉണ്ട്. അടിക്കാൻ നല്ല പവറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ആൾ നോക്കാം. അടുത്ത ആളുള്ളത് സ്പൈഡർമാനാണ്. സ്പൈഡർമാൻ്റെ പവർ ഇടിക്കലും വെബ്, പിന്നെ പൂട്ടിയിടലൊന്നുണ്ട്. പിന്നെ ഉള്ളത് ഷൂട്ടിങ്. നമുക്ക് ആൾക്കാരെ നോക്കാം. നമുക്കവിടെ പൂട്ടിയിടാം.
നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. നമ്മൾ നമുക്ക് ഇനി അടുത്ത ആൾ വരാൻ നോക്കാം. അപ്പം അടുത്ത ആളുള്ളത് സൂപ്പർമാനാണ്. സൂപ്പർമാൻ്റെ പവർ ലേസർ ഐസും, പിന്നുള്ളത് ഇങ്ങനെ അവരെ ഐസും കട്ടാക്കാൻ പറ്റും. പിന്നെ അടിക്കല്, പിന്നെ അതിന് പറക്കലുണ്ട്. കുറേ പേരൊന്നും ഐസാക്കാം. നമ്മൾ ജോക്കർ ഐസാക്കില്ലേ, ഇത് നമ്മളങ്ങോട്ട് വെക്കും. നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം സുഹൃത്തെ, കാരണം നമുക്ക് നോക്കാൻ പറ്റിയില്ല. നല്ല പവറുകളാണ്. ഇവിടെ ഡോക്ടർ മാൻ ഇരിക്കുന്നു. പൈസ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. നല്ല സിമ്പിളാണ്. പിന്നെ അടുത്ത അളവ് പറക്കാൻ പറ്റും. നമുക്ക് അതിനെ കൂടി ഐസും കെട്ടാക്കാം. ചന്ദ്ര ഐസാവാത്ത നമുക്ക് അടിച്ചിട്ട് തന്നെ കൊല്ലേണ്ടി വരും.